പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ പറയുന്ന ഒരു വിവരമാണ്. നമ്മുടെ ഒരു സംഘപ്രവർത്തകൻ, അവനെ പോപ്പുലർ ഫ്രണ്ട് SDPക്കാർ ഒരു കള്ളക്കേസിൽ കുരുക്കിക്കൊണ്ട് അദ്ദേഹം ഇന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കേസ് നടത്തിപ്പിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വേണം. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഒരുപാട് ബന്ധങ്ങളുണ്ട്, അവരെയൊക്കെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ഈ വിഷയം അവതരിപ്പിക്കാനുള്ള ആ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് ഇന്ന് ഞാനിവിടെ ഒരു UPI ട്രാൻസാക്ഷൻ വേണ്ടി ഗൂഗിൾ പേക്ക് വേണ്ടിയിട്ടും Paytm അല്ലെങ്കിൽ മറ്റ് UPI ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള 2 നമ്പറുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഈ നമ്പറുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഇതിവിടെ കാണിക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സംഘപ്രവർത്തകന് അദ്ദേഹം ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടി ഒരു നിയമ പോരാട്ടത്തിലാണ് നമ്മൾ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ട്. അപ്പൊ അതിലേക്ക് പറ്റുന്നവരെല്ലാവരും സഹായിക്കുക. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വീണ്ടും ഒന്ന് പറയുകയാണ്, ആവർത്തന വിരസതയായിട്ട് ആരും തോന്നരുത്. അത്രയും വലിയൊരു അത്യാവശ്യ ഘട്ടമായതുകൊണ്ടാണ്. ഇന്ന് ഫീൽഡിൽ ഒരുപാട് കറങ്ങി കുറച്ച് കാശൊക്കെ കിട്ടി, പക്ഷെ വലിയ സംഖ്യയാണ് വേണ്ടത്. അപ്പൊ നമ്മളാൽ കഴിയുന്ന എല്ലാവരും പലതുള്ളി പെരുവെള്ളം എന്നല്ലേ ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള പെരുവെള്ളത്തിലേക്ക് പറ്റുന്ന എല്ലാവരും പല തുള്ളികളായിട്ട് സഹായിക്കണമെന്ന് വീണ്ടും പറയണം. ഇനി ഈ വീഡിയോ കഴിഞ്ഞാൽ ഈ വിഷയത്തിന്റെ വിശദമായിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. എന്താണ് വിഷയം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. മതപരമായിട്ടുള്ള അധികാര ചിഹ്നങ്ങളും അധികാര കൈമാറ്റങ്ങളും ഒരു വശത്ത് നടക്കുമ്പോൾ അത് രാഷ്ട്രീയ രംഗത്ത് അതേപടി അംഗീകരിക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു പ്രത്യേക കുടുംബത്തിൽപ്പെട്ട തായ് വഴികളിലൂടെ കടന്നു വരുന്ന അവരുടെ മതപരമായിട്ടുള്ള പിന്തുടർച്ച അവകാശമാണ് എങ്കിൽ കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും അതേപോലെ തന്നെ പിന്തുടർച്ച അവകാശ വഴികളിലൂടെ കടന്നു വരുന്ന ഇസ്ലാമിക മതാചാര അനുഷ്ഠാനത്തിൽ ഇപ്പൊ ഹിന്ദുക്കൾക്കിടയിൽ തന്ത്രിയുടെ മകൻ തന്ത്രിയാകും എന്ന് പറയുന്ന പോലെ തങ്ങളുടെ മകൻ തങ്ങളായി കേരള രാഷ്ട്രീയം നിയന്ത്രിക്കുകയാണ്. അവിടെ ഭരിക്കുന്നത് ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ, ആര് ഭരിച്ചാലും കുഴപ്പമില്ല, തീരുമാനം ഞമ്മന്റേതാണ് എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയും ഇവിടുത്തെ ക്രൈസ്തവ ഹൈന്ദവ സമുദായ നേതാക്കളും സമുദായ സംഘടനകളും ഒക്കെ അപ്രസക്തമാവുകയും ചെയ്തു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ കണ്ട ഒരു കാഴ്ച അങ്ങനെയല്ല. അന്ന് സംഘടിത ക്രൈസ്തവ സമൂഹം വോട്ട് ബാങ്ക് രാഷ്ട്രീയം സമർത്ഥമായി കളിക്കുകയും കോൺഗ്രസിനെ കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നത് മാറിയിരിക്കുന്നു. ഇന്നത് സമ്പൂർണമായും കേരളം ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ അക്ഷരം തെറ്റാതെ പറയാവുന്ന സമ്പൂർണമായ ലക്ഷണം തികഞ്ഞ ഇസ്ലാമിക സ്റ്റേറ്റായി മാറി. ബംഗ്ലാദേശിലും ഇത് തന്നെയാണ് ഉണ്ടായത്. ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് വളർന്നു വരികയും ബംഗ്ലാദേശിൽ പതിയെ പതിയെ അവരുടെ വേരുകൾ ആഴ്ത്തുകയും ചെയ്ത് മൗദൂദിയൻ ആശയങ്ങളെ അവിടുത്തെ ജനങ്ങളിലേക്കും അവിടുത്തെ പൊതുസമൂഹത്തിലേക്കും സംക്രമിപ്പിക്കുകയും ചെയ്തതോടുകൂടി അവരുടെ ചിറകിന്റെ കീഴിൽ ഭദ്രമായി വളരാൻ നിരവധി തീവ്രവാദ സംഘടനകൾക്ക് അവസരം കൊടുത്തു. ആ തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ ശക്തിപ്പെടുത്തി. അങ്ങനെ ആ ശക്തി ആർജിച്ചുകൊണ്ടാണ് അവർ ഒറ്റ ദിവസം കൊണ്ട് അവിടുത്തെ ജനാധിപത്യ ഗവൺമെന്റിനെ അട്ടിമറിക്കുകയും രാഷ്ട്രത്തിന്റെ തലവനായിട്ടുള്ള അല്ലെങ്കിൽ അധിപയായിട്ടുള്ള വ്യക്തിക്ക് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത് ജീവൻ രക്ഷിക്കുകയും വേണ്ടി വന്നത്. ഇതുപോലെ തന്നെ കേരളത്തിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നടക്കാൻ പോകുന്നത് മറ്റൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഇന്ത്യയുടെ ഉള്ളിൽ, ഇന്ത്യ വകുത്തുകൊണ്ട് നമ്മൾ പാകിസ്ഥാനും ബംഗ്ലാദേശും കൊടുത്തുവെങ്കിൽ മൂന്നാമത് കാശ്മീർ എന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. പക്ഷെ കാശ്മീർ തിരിച്ചു പിടിക്കാൻ നരേന്ദ്രമോദിയുടെ ധീരമായ നേതൃത്വത്തിന് സാധിച്ചു എങ്കിൽ ഇവിടെ മറ്റൊരു അന്തരീക്ഷമുണ്ട്. കാശ്മീരിൽ നമ്മൾ നോക്കൂ, അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ ശക്തമല്ല. അവിടെ ഉണ്ടായിരുന്ന പാർട്ടികൾ, അത് ഹൂറിയത്ത് കോൺഫറൻസ് ആണെങ്കിലും PDP ആണെങ്കിലും ഏത് പ്രാദേശിക പാർട്ടിയാണെങ്കിലും അവയെ കൈകാര്യം ചെയ്യുന്നതിൽ BJPക്ക് വിജയിക്കാൻ സാധിച്ചു. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും 2 മുന്നണിയായിട്ട് വേർതിരിഞ്ഞ് LDF UDF എന്ന പേരിട്ട് നിന്നുകൊണ്ട് പ്രതിരോധിക്കുന്നത് ഭാരതത്തെയാണ്, ഇന്ത്യയാണ് പ്രതിരോധിക്കുന്നത്. അതിന് അവർ പറയുന്നത് ഞങ്ങൾ BJP ആണ് പ്രതിരോധിക്കുന്നതെന്നാണ്. ഒരിക്കലുമല്ല, BJPക്കെതിരെയല്ല, ഭാരതത്തിനെതിരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സാധിച്ചെടുക്കാൻ വേണ്ടി ഭീകരവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ചെയ്യുന്നത്. ഇതേ തന്ത്രമാണ് ബംഗ്ലാദേശിലും പയറ്റിയത്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇന്ന് ബംഗ്ലാദേശിൽ കാണുന്നത് പോലെയുള്ള അതേ സംഭവ വികാസങ്ങൾ കേരളത്തിൽ ആവർത്തിക്കും. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഞെട്ടലുണ്ടാകുന്ന കാര്യമാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ. ഇന്നിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾ എന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന SNDPയും NSSും നാളെ നിരോധിക്കപ്പെട്ടാൽ അത്ഭുതപ്പെടാനില്ല. മാത്രമല്ല അവരുടെയൊക്കെ നേതാക്കന്മാരെ പിടിച്ച് അകത്തിട്ടുകൊണ്ട് ഇവിടുത്തെ LDFും UDFും ഭരണം നടത്തിയാൽ അത്ഭുതപ്പെടാനില്ല. അന്ന് പിന്നെ നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, ജയിലിനകത്ത് കിടന്ന് നിലവിളിക്കാവുന്ന മാത്രമേ ഉള്ളൂ. കാരണം ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടപ്പോൾ ചെയ്യുകയും പറയേണ്ടത് പറയേണ്ടപ്പോൾ പറയുകയും ചെയ്യാത്തിടത്തോളം
കേരളത്തിലെ ഹിന്ദു നേതാക്കന്മാരെന്ന് അഭിമാനിക്കുന്ന സമുദായ നേതാക്കന്മാരും ഇന്ന് ബംഗ്ലാദേശിലേക്ക് ഒന്ന് നോക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ഇന്ന് ബംഗ്ലാദേശിന്റെ ജയിലഴിക്കുള്ളിൽ നിന്നുകൊണ്ട് കരയുന്ന ഹിന്ദു സന്യാസിമാർ, പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദു സന്യാസിമാർ നാളെ കേരളത്തിലുണ്ടാവും. സന്യാസിമാരെ ആയിരിക്കില്ല അവർ പിടിച്ചിടേണ്ടത്, അതിന്റെ ഒന്നും ആവശ്യം വരില്ല. പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുകയും താക്കോൽ സ്ഥാനങ്ങൾ കയ്യിലിട്ട് കറക്കുകയും ചെയ്ത, കൃത്യമായ തിട്ടൂരങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ശക്തമായി നിലകൊള്ളുകയും ചെയ്തവർ അപ്രസക്തമായി തീരുകയും മറിച്ച് അവരൊക്കെ നിയമപരമായി പോലും നിരോധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവും. അവർക്കെതിരെ കൈവക്കാൻ ഇവിടെ 140 പേരുണ്ടാവും. ഇന്ന് കണ്ടില്ലേ നമ്മള് 140 പേര് കൈപൊക്കി കഴിഞ്ഞു. ക്രിസ്ത്യാനിയുടെ സ്ഥലം, പള്ളിയടക്കം, ഹിന്ദുവിന്റെ സ്ഥലം, അമ്പലമടക്കം വിട്ടുകൊടുക്കണമെന്ന് പറയുന്ന പ്രമേയത്തിന് 140 പേരും കൈപൊക്കിയപ്പോൾ എവിടെ പോയി ഇവിടുത്തെ ഹിന്ദു നേതാക്കന്മാർ? ഈ അവസ്ഥയാണ് ബംഗ്ലാദേശ് ഇന്ന് അനുഭവിക്കുന്നത് എങ്കിൽ നാളെ കേരളവും ഇത് തന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത്. പലപ്പോഴും നമ്മൾ ധരിക്കും ഇവരൊക്കെ ശക്തരാണ്, ഇവരുടെ പിന്നിൽ ലക്ഷങ്ങളുണ്ട്, അതുകൊണ്ട് ഹിന്ദു സമുദായ സംഘടനാ നേതാക്കൾക്കൊക്കെ കേരളത്തിൽ ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അത് സാധിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബംഗ്ലാദേശ്. അപ്പോൾ നമ്മൾ പറയും ഇത് ഇന്ത്യയുടെ ഭാഗമല്ലേ, ഇത് സ്വതന്ത്ര ജനാധിപത്യ മതേതര രാജ്യമല്ലേ, ഇവിടെ ഭരിക്കുന്നത് നരേന്ദ്രമോദിയല്ലേ? ഒക്കെ ശരിയാണ്. പക്ഷേ കേരളത്തിന്റെ അതിർത്തിക്കകത്തേക്ക് BJPക്ക് ഒരു ഭരണമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഭരണമില്ലാത്ത അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് അവിടെ ഈ കേരളത്തിനുള്ളിലെ ഹിന്ദു സംഘടിത സമൂഹത്തെ, സംഘടിതം എന്ന് പറയുമ്പോൾ ഹിന്ദു അല്ല, ജാതി സംവിധാനങ്ങളെ തികച്ചും നിയന്ത്രിക്കുകയും ആ പറയുന്ന ഹിന്ദു എന്ന് പേരിട്ട് വിളിക്കുന്ന ഇവിടുത്തെ ജാതി സംഘടനകളെയും നേതാക്കന്മാരെയും അടിച്ചൊതുക്കി അകത്താക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കേരളം മാറുകയാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആരും ഇന്ന് അംഗീകരിച്ചു എന്ന് വരില്ല. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടന്നു പറയുന്നു, അതിശയോക്തി പറയുന്നു, അല്ലെങ്കിൽ വർഗീയത പറയുന്നു എന്നൊക്കെ വേണമെങ്കിൽ ആക്ഷേപിക്കാം. പക്ഷേ സത്യത്തിൽ ഇന്ന് അവരനുഭവിക്കുന്നത് എന്താണ്? ഇവിടെ വിദ്യാഭ്യാസം ചെയ്ത് ടെസ്റ്റ് എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന 100,000 ഹിന്ദു ജാതികളുണ്ട്. അവരുടെ സംവരണ നിയമങ്ങളും തത്വങ്ങളും ഉണ്ട്. ഞാൻ അവരുടെ നേതാക്കന്മാരുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. ഞാൻ തന്നെ അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സംവരണമൊക്കെ അവിടെ കിടക്കും, ശതമാനക്കണക്കുകളും അവിടെ കിടക്കും, പക്ഷെ ഞങ്ങളുടെ ഒന്നും കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല. ഈ സംവരണങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ആവശ്യമുള്ളവർ അകത്ത് കയറി അധികാര സ്ഥാനങ്ങൾ മുഴുവൻ കീഴടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ സംവരണമൊക്കെ എവിടെയാണ്? ശതമാനക്കണക്കുകൾ എവിടെയാണ്? ഹിന്ദുവിന്റെ സംവരണവും ശതമാനക്കണക്കുകളും ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് അതിനെ അപ്രസക്തമാക്കിക്കൊണ്ട് ഞമ്മന് കയറിപ്പറ്റേണ്ട എല്ലാ സ്ഥാനങ്ങളും ഞമ്മൻ കയറിപ്പറ്റുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്ന ഇവിടുത്തെ ഹിന്ദു നേതൃത്വം ഇന്ന് ബംഗാളിൽ, ബംഗ്ലാദേശിൽ കാണുന്ന അതേ കാഴ്ച, അതേ അനുഭവം നാളെ അനുഭവിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് ബംഗ്ലാദേശിലേക്ക് നോക്കി പഠിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. ബംഗ്ലാദേശ് ചർച്ചാ വിഷയമാക്കേണ്ടതുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിലെ ഹിന്ദു പീഡനത്തിനെതിരെയുള്ള ഐക്യദാർഢ്യങ്ങൾ നടക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ ഹിന്ദു സമുദായ സംഘടനാ നേതാക്കന്മാരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്: നിങ്ങളുടെ ആരുമല്ലേ ബംഗ്ലാദേശിൽ പീഡിപ്പിക്കപ്പെടുന്നതും കൊല ചെയ്യപ്പെടുന്നതും? ഇവിടുത്തെ സംഘടനാ നേതാക്കന്മാരുടെ രക്തവുമായിട്ട് അവർക്ക് ബന്ധമില്ലേ? ഉണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതിഷേധിക്കാത്തത്? നിങ്ങളുടെയൊക്കെ നാവിറങ്ങിപ്പോയോ? എവിടെ പോയി നിങ്ങളുടെ സംഘടന ശക്തി? ആർക്കെതിരെയാണ് നിങ്ങൾ മുദ്രാവാക്യം വിളിക്കാൻ കാത്തിരിക്കുന്നത്? അതായത് ഈ കേരളത്തിലെ ഹിന്ദു സംഘടനകളിൽ അംഗമായിരിക്കുന്ന ആ ആൾക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ സഹോദരി സഹോദരന്മാർ തന്നെയാണ് ബംഗ്ലാദേശിൽ കൊല ചെയ്യപ്പെടുന്നത്, അടിച്ചോടിക്കപ്പെടുന്നത്, ബലാത്സംഗം ചെയ്യപ്പെടുന്നത്, ജയിലഴിക്കടയിൽ അടച്ചിടപ്പെടുന്നത്, ക്രൂരമായി വേട്ടയാടപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹിന്ദു സമുദായ സംഘടനാ നേതാക്കന്മാർ, എണ്ണിയാൽ തീരാത്ത സംഘടനകളുടെ നേതാക്കന്മാർ ഇതിനെതിരെ പ്രതിരോധിക്കുന്നില്ല, പ്രതിഷേധിക്കുന്നില്ല എങ്കിൽ നാളെ നിങ്ങളുടെയും അവസ്ഥ ഇതായിരിക്കും. നിങ്ങളെ പിടിച്ച് അകത്തിടുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ മുസ്ലിം ലീഗുമായിരിക്കും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. കേരളത്തിലെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരോടും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: ക്രൈസ്തവർ കൊന്നൊടുക്കപ്പെടുന്നുണ്ടല്ലോ ബംഗ്ലാദേശിൽ. കേരളത്തിലെ ബിഷപ്പുമാർ എന്താ രംഗത്തിറങ്ങാത്തത്? കേരളത്തിലെ കർദിനാളന്മാർ എന്തുകൊണ്ടാ പ്രതിഷേധിക്കാത്തത്? എന്തുകൊണ്ടാ മാർപ്പാപ്പ ഇടപെടാത്തത്? അപ്പോൾ ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും. ഇതിൽ നിന്നൊക്കെ പാഠം പഠിക്കുന്നുണ്ട് ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾ. അതുകൊണ്ട്
ഇസ്ലാമിക തീവ്രവാദികളും അവരുടെ സംരക്ഷകരായ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് മുന്നണികളും ഒരുപോലെ മുസ്ലിമിനോടൊപ്പം നിന്നുകൊണ്ട് ഹൈന്ദവ ക്രൈസ്തവ സംഘടനകളെയും അതിലുള്ള വിശ്വാസികളെയും അതിക്രൂരമായി കേരളത്തിൽ വേട്ടയാടുന്ന കാലഘട്ടമാണ് വരാൻ പോകുന്നത് എന്നുള്ളത് ബംഗ്ലാദേശിനെ നോക്കി പഠിക്കണം. ബംഗ്ലാദേശിൽ നിന്ന് കേരളം ധാരാളം പഠിക്കാനുണ്ട്. കാരണം ഇന്നത്തെ കേരളം എന്ന് പറയുന്ന ഇന്നത്തെ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നാളത്തെ കേരളമാണ്. അക്കാര്യത്തിൽ സംശയം ആർക്കും വേണ്ട. അതീവ ജാഗ്രതയോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.